സംസ്ഥാനത്തിന്റെ തെക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സ്വാഭാവിക ശുദ്ധജല തടാകമാണ് വെള്ളായണിക്കായൽ. പരിസ്ഥിതി പ്രാധാന്യം കൊണ്ടും ജൈവ വൈവിധ്യം കൊണ്ടും വെള്ളായണിക്കായൽ എപ്പോഴും വേറിട്ട് നിന്നു. എന്നാൽ ഇന്ന് വെള്ളായണിക്കായൽ വാർത്തകളിൽ നിറയുന്നത് അതിന്റെ മലിനീകരണ പ്രശ്നം കൊണ്ട് മാത്രമാണ്. അധികാരികളുടെ കനിവ് തേടുന്ന വെള്ളായണിക്കായൽ. ഫോർ ദ പീപ്പിൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഇതാണ്. തിരുവനന്തപുരം ജില്ലയിൽ കോവളം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഗ്രാമപഞ്ചായത്താണ് കല്ലിയൂർ. 1960-ലാണ് കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് രൂപീകൃതമായത്. 500 ഏക്കറോളം വിസ്തീർണം വരുന്ന വെള്ളായണിക്കായലിന്റെ ഗണ്യമായ ഭാഗം കല്ലിയൂർ പഞ്ചായത്തിലാണ്. കണ്ണത്താ ദൂരം നീണ്ടുകിടക്കുന്ന പുഞ്ചപ്പാടം, കായലോരത്തെ മരത്തിൽ വിരുന്നിനെത്തുന്ന ദേശാടന കിളികൾ, അപൂർവ മത്സ്യ ഇനങ്ങൾ, താമര പൂങ്കാവനങ്ങൾ, ഇതൊക്കെയായിരുന്നു വെള്ളായണിക്കായൽ ഒരു കാലത്ത്. എന്നാൽ വെള്ളായണിക്കായലിന്റെ സ്ഥിതി ഇപ്പോൾ ആകെ മാറി. മലിനീകരണവും കയ്യേറ്റവും മൂലം കായലിന്റെ വിസ്തൃതി പകുതിയിലധികം കുറഞ്ഞു. കായലിലേക്ക് ഒഴുക്കിവിടുന്ന രാസമാലിന്യമടക്കമുള്ള വിഷങ്ങൾ കായലിന്റെ തന്നെ ആവാസ വ്യവസ്ഥയെ തകിടം മറിച്ചു. വെള്ളായണിക്കായലിന്റെ വശങ്ങളിലെല്ലാം മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വെള്ളായണിക്കായലിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള റോഡിന്റെ ഇരു സൈഡിലുള്ള ഓടകൾ നേരെ വന്ന് പതിക്കുന്നത് വെള്ളായണിക്കായലിന്റെ മൗത്ത് എന്ന് പറയുന്ന കാഞ്ഞിരത്തിൽ പാടശേഖരത്തിൻ്റെ മൗത്തും കായലിൻ്റെ മൗത്തും ഒരേ സ്ഥലത്താണ് വന്നു ചേരുന്നത്. ഈ ഭാഗത്ത് അതിന് മുന്നോട്ടുള്ള ഭാഗങ്ങളിലും ഈ ഓടയിൽ നിന്ന് വരുന്ന മലിനജലം, അതായത് ഈ വീടുകളിലെ മലിനജലങ്ങൾ എല്ലാം ഓടയിലാണ് വന്ന് പതിക്കുന്നത്. അത് നേരെ വന്ന് പതിക്കുന്നത് വെള്ളായണിക്കായലിലാണ്. ഇത് വെള്ളായണിക്കായലിനെ ഭയങ്കരമായ രീതിയിൽ അശുദ്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മലിനീകരണം കയ്യേറ്റമെല്ലാം ഇതിൽ കൂടെ തന്നെ ഒഴിപ്പിക്കാൻ വരും. ഇപ്പോൾ കളക്ടർ ഒരു ഉത്തരവ് തന്നിട്ടുണ്ട്, സർവേ വരും. സർവേ പ്രധാനമായി നമ്മൾ പോയി അളന്ന് തിട്ടപ്പെടുത്തി അതിൻ്റെ ബൗണ്ടറി കെട്ടിയ ശേഷം ആഴവും വിസ്തൃതിയും കൂട്ടുകയും ചെയ്യും. വെള്ളായണിക്കായലിൽ പിന്നെ ഒരു മലിനീകരണം വരാത്ത രീതിയിൽ ഇന്നത്തെ ശുദ്ധജല തടാകമാണ്. കായലിൻ്റെ സമീപത്ത് താമസിക്കുന്ന ആൾക്കാർ ഈ മാലിന്യം കൊണ്ട് തള്ളുന്നത്, പിന്നെ ഇറച്ചി വെട്ടുന്ന മാലിന്യങ്ങൾ, മറ്റു തരത്തിലുള്ള വീടുകളിൽ നിന്നുകൊണ്ട് നിക്ഷേപിക്കുന്നത്, ഇങ്ങനെ പലതരത്തിലുള്ള മാലിന്യങ്ങളുടെ നിക്ഷേപം ഇതിന് ഒരളവ് വരെ ഈ കായലിനെ നശിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ പള്ളിച്ചൽ തോടിൻ്റെ ആ ബണ്ടിൽ ഇപ്പോൾ അനധികൃതമായ കയ്യേറ്റങ്ങൾ പലതും നടക്കുന്നുണ്ട്. ആൾക്കാർ കന്നുകാലികളൊക്കെ കെട്ടുക, അതുപോലെ തന്നെ ഈ പച്ചക്കറി നടുക, അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ധാരാളമായി മണ്ണൊലിപ്പുണ്ടാകും. വാഴയ്ക്കൊന്നും വേരുകളിൽ വെള്ളം പിടിച്ചു നിർത്തി അതിനെ തടയാനുള്ള ശക്തിയില്ല. അപ്പോഴത്തേക്ക് ഇതിനെ ഈ മണ്ണിനെ ഇളക്കുന്ന നിമിത്തം ആ മണ്ണ് മഴക്കാലം ആകുമ്പോഴത്തേക്ക് അത് ഒലിച്ച് പോവുകയും ഞങ്ങൾക്ക് കൃഷിനാശം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ കായൽ നശിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. വെള്ളായണിക്കായലിന്റെ പ്രധാന മലിനീകരണത്തിന് കാരണം വീടുകളിൽ നിന്നും കടകളിൽ നിന്നും കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ തന്നെയാണ്. വെള്ളായണിക്കായലിന്റെ ചുറ്റുവട്ടമുള്ള വീടുകളിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യ അവശിഷ്ടങ്ങൾ നേരെ പതിക്കുന്നത് കായലിലേക്ക് ഒഴുക്കിവിടുന്ന രാസമാലിന്യമടക്കമുള്ള വിഷങ്ങൾ വെള്ളത്തിലെ ആവാസ വ്യവസ്ഥയെ തന്നെ തകിടം മറിച്ചു. നെയ്യാർ ഡാമിൽ നിന്നുള്ള വെള്ളം വെള്ളായണിക്കായലിലെത്തി പുറത്തേക്ക് ഒഴുകിപ്പോവുകയാണ് പതിവ്. ജലം പാഴായി പോകാതിരിക്കാൻ ഒരു ഷട്ടർ വേണമെന്ന ആവശ്യം വർഷങ്ങളായി ഇവിടുത്തെ ജനങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഗ്രാമ-നഗര വ്യത്യാസമില്ലാതെ കുടിവെള്ള ദൗർലഭ്യം നിലനിൽക്കുന്ന ശുദ്ധജല സ്രോതസ്സുകൾ വറ്റിവരണ്ടു തുടങ്ങിയിരിക്കുന്നു. ജില്ലയിലെ പ്രധാന ശുദ്ധജല തടാകമായ വെള്ളായണിക്കായൽ കയ്യേറ്റക്കാരുടെ കൈകളിൽ തന്നെയാണ്. കായലിന്റെ പരിസരങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പ്രമാണിമാരും പിന്നെ ഭൂപ്രഭുക്കന്മാരുമൊക്കെ വസ്തുക്കൾ വാങ്ങി സംരക്ഷിച്ചിട്ടുണ്ട്. അവർ ശുദ്ധജല തടാകമായി വെള്ളായണിക്കായലിനെ സംരക്ഷിക്കുന്നതിന് എതിരാണ്. അവരുടെ ലക്ഷ്യം ഇതൊരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി വെള്ളായണിക്കായലിനെ ഒരു വലിയ കക്കൂസ് മാലിന്യമാക്കി മാറ്റുക എന്നുള്ളതാണ് അവരുടെ ആത്യന്തികമായ സാമ്പത്തിക ലക്ഷ്യം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, നമുക്കറിയാവുന്ന മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെ പല ആൾക്കാരും അവിടെ കയ്യേറ്റങ്ങൾ സർവ്വസാധാരണമായി നടത്തുന്നുണ്ട്. അപ്പോൾ അതും ഈ കായൽ നശിക്കുന്നതിന് കാരണം. വെള്ളായണിക്കായലിൻ്റെ തീരങ്ങളിലുള്ള വളരെയധികം സ്ഥലങ്ങൾ മണ്ണിട്ട് നികത്തുകയും അതുപോലെ തന്നെ മതിൽ കെട്ടി വെള്ളായണിക്കായൽ റിസർവയറിനകത്തോട്ട് മതിൽ കെട്ടി ഇറക്കി മണ്ണുമിട്ട് നികത്തി കയ്യേറുന്ന ഒരു സംഭവം അടുത്ത കാലത്ത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. കായലിനെ ബന്ധിപ്പിക്കുന്ന കിള്ളിയാർ
ഇന്ന് വെറുമൊരു ഓവുചാൽ മാത്രമായിരിക്കുന്നു. തടാകങ്ങളിൽ നിന്നുള്ള മണലൂറ്റ് വെള്ളായണിക്കായലിനെ ദിനംപ്രതി നശിപ്പിച്ചും കൊണ്ടിരിക്കുന്നു. വാട്ടർ അതോറിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പമ്പുകളുടെയും കുടിവെള്ള വിതരണ ലൈനുകളുടെയും അറ്റകുറ്റപ്പണികൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ഉപയോഗശൂന്യമായി കിടക്കുന്ന കുഴൽ കിണറുകൾ അറ്റകുറ്റപ്പണി നടത്തിയെടുത്താൽ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ സാധിക്കും. കായൽ നികത്തലും കായൽ കയ്യേറ്റവുമാണ് വെള്ളായണിക്കായൽ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി. വേനൽക്കാലത്ത് കായലിൽ ഒരുപൂ കൃഷി നടത്തിയിരുന്നു. ചില ഭാഗങ്ങളിലെ വെള്ളം പമ്പ് ചെയ്ത് കരമന ആറ്റിലേക്കും വിട്ടിരുന്നു. എന്നിട്ട് അത്തരം സ്ഥലങ്ങളിൽ ബണ്ട് കെട്ടി തയ്യാറാക്കിയ സ്ഥലത്ത് നെൽകൃഷി ചെയ്യും. വേനലിൽ കൃഷി കഴിഞ്ഞാൽ മഴക്കാലത്ത് വീണ്ടും കായൽ പഴയതുപോലെയാകും. വർഷങ്ങളായി ഇതായിരുന്നു സ്ഥിതി. പട്ടയം വാങ്ങിയ സ്ഥലങ്ങൾ ചുളുവിലയ്ക്ക് കൈക്കലാക്കാൻ വൻകിട മാഫിയകൾ എത്തിയതോടെ കായൽ കയ്യേറ്റവും തുടങ്ങി. സ്വകാര്യ ഭൂമി കണ്ടെത്തുന്നതിന് സർവേ നടത്തുകയും സാറ്റലൈറ്റ് സർവേ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് സർവേ നടത്തി 209 ഏക്കർ പട്ടയഭൂമി കായലിനകത്ത് ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ഒരു നോട്ടിഫിക്കേഷൻ്റെ നടപടി വരെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഉണ്ടായി. അതിനുശേഷമുള്ള നടപടികളിൽ ഞങ്ങളുടെ പങ്കാളിത്തം കുറവാണ്. അതുപോലെ തന്നെ കയ്യേറ്റത്തെക്കുറിച്ചും അന്ന് ഒരു കണ്ടെത്തലുണ്ടായി. 2 ഏക്കർ കയ്യേറ്റം, 1 ഏക്കർ 1.9 ആണെന്ന് അവർ പറഞ്ഞത്. അതൊരു യാഥാർത്ഥ്യവുമായി പുലബന്ധമില്ലാത്തൊരു കാര്യമാണ്. റീസർവേ അനുസരിച്ചുള്ള കയ്യേറ്റ ഭൂമിയാണ് അവർ പറഞ്ഞത്. അത് സത്യത്തിന് നിരക്കുന്നതല്ല. അപ്പോൾ സർവേ പ്ലാൻ അനുസരിച്ച്, ഒറിജിനൽ സർവേ അനുസരിച്ച് വെള്ളായണിക്കായലിൻ്റെ കയ്യേറ്റ ഭൂമി കണ്ടുപിടിക്കണമെന്ന് ബിജു പ്രഭാകർ കളക്ടറായിരുന്ന സമയത്ത് ഞങ്ങൾ ആവശ്യപ്പെടുകയും അതിനനുസരിച്ച് അദ്ദേഹം അതിൻ്റെ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ആ പരിപാടി അട്ടിമറിച്ചുകൊണ്ടാണ് വീണ്ടും 1.9 ഏക്കർ കയ്യേറ്റ ഭൂമി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കയ്യേറ്റം തിരിച്ചുപിടിക്കുന്നത് നടപടി ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. കയ്യേറ്റത്തെ പറ്റി നമ്മുടെ കളക്ടർ കൊടുത്തിട്ടുണ്ട്. അവർ നമുക്ക് അയച്ച ആ രീതിയിൽ അത് മുന്നോട്ട് പോകും. കാരണം അവിടെ കുടിയെടുപ്പുകാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഒഴിപ്പിക്കാനുള്ള അവർക്ക് ഭൂമി വസ്തുവൊക്കെ കണ്ടുപിടിച്ചാൽ മാത്രമേ അവരെ കുടുംബങ്ങളെ ഒഴിപ്പിച്ചുകൊണ്ട് നമുക്ക് അത് ഒഴിപ്പിക്കാൻ പറ്റൂ. പഞ്ചായത്തിൻ്റെ തലയിൽ വെച്ചാലും പഞ്ചായത്തിന് ഭൂമി പുറമ്പോക്ക് ഭൂമിയൊന്നുമില്ല. അത് ഗവൺമെൻറ് തലത്തിൽ എങ്ങനെയാണെന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്കറിയാൻ പറ്റും. തലസ്ഥാനത്തെ ശുദ്ധജല തടാകം സംരക്ഷിക്കുന്നതിനു വേണ്ടി കാലാവസ്ഥാ വ്യതിയാന വകുപ്പും ജൈവ വൈവിധ്യ വകുപ്പും പദ്ധതികൾ പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും നടന്നിട്ടില്ല. കായൽ സംരക്ഷണത്തിനായി ജൈവവേലി നിർമ്മിക്കണമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഒന്നും ഇതുവരെയും നടപ്പിലായിട്ടില്ല. പട്ടയം വാങ്ങി കൈമാറിയ കായൽ ഭൂമികൾ തിരിച്ചുപിടിച്ചാൽ മാത്രമേ കായൽ സംരക്ഷിക്കാനാകൂ. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കു വേണ്ടി കണക്കില്ലാതെ വെള്ളം കൊണ്ടുപോകുന്നതും ഈ കായലിൽ നിന്ന് തന്നെയാണ്. വാട്ടർ ബഡ്ജറ്റിംഗ് ഏർപ്പെടുത്തിയാൽ മാത്രമേ ഇത്തരം ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണാൻ കഴിയൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. വിട്ടുപോയ കായൽ ഭൂമി എത്രയും വേഗം തിരിച്ചുപിടിച്ചെങ്കിൽ മാത്രമേ കായലിനെ സംരക്ഷിക്കാനാകൂ. റവന്യൂ വില നിശ്ചയിക്കുന്ന നടപടികൾ പൂർത്തിയാക്കി കായൽ പഴയതുപോലെ നിലനിർത്തണം എന്നതാണ് ഇവിടത്തുകാരുടെ ആവശ്യം. വിഴിഞ്ഞം തുറമുഖത്തിന് ഉൾപ്പെടെ കാണുന്ന ശുദ്ധജല സംഭരണിയായി വെള്ളായണിക്കായലിനെ കാണുന്നത്. അവിടേക്കുള്ള വെള്ളം എടുക്കുമ്പോൾ തന്നെ ശുദ്ധജല തടാകത്തിൻ്റെ ലക്ഷ്യം തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ്. എത്ര വെള്ളം എടുക്കുന്നു, എത്ര വെള്ളം ഇവിടെ സംഭരിക്കാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച ഒരു വാട്ടർ ബഡ്ജറ്റിംഗ് ഇതുവരെയും നടത്തിയിട്ടില്ല. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ മുമ്പേ ആ വിഷയം അവതരിപ്പിച്ചിരുന്നു. എങ്കിലും ശാസ്ത്രീയമായ ഒരു പഠനം ആ കാര്യത്തിൽ നടന്നില്ല. ഏറ്റവും പ്രധാനമായും അടിയന്തരമായും വേണ്ടത് വാട്ടർ ബഡ്ജറ്റിംഗ് ആണ്. അപ്പോൾ റീചാർജിങ്ങിന് യഥാർത്ഥത്തിലുള്ള റീചാർജിങ് സംവിധാനം വേണം. ആ റീചാർജിങ് സംവിധാനത്തെക്കുറിച്ച് വാട്ടർ ബഡ്ജറ്റിങ്ങിലൂടെ മാത്രമേ നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയൂ. ഗവൺമെൻറ് ആ തരത്തിൽ ഇതുവരെയും ഉണർന്ന് ചിന്തിക്കുകയോ ഉദ്യോഗസ്ഥന്മാർ ഉണർന്ന് പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. കൃഷിക്ക് പേരുകെട്ട സ്ഥലമായിരുന്നു വെള്ളായണിക്കായലിനോട് ചേർന്നുള്ള പരിസരങ്ങൾ. തോടുകളിലൂടെ മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നതും സമീപത്തെ പാടങ്ങളിൽ ഉപയോഗിക്കുന്ന വളങ്ങളിൽ നിന്നും കീടനാശിനികളിൽ നിന്നുമുള്ള രാസമാലിന്യങ്ങൾ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നത് മൂലം പച്ചക്കറി കൃഷി നശിച്ചു തുടങ്ങിയിരിക്കുന്നു. കായലിനോട് ചേർന്ന് കിടക്കുന്ന കാർഷിക സർവകലാശാലയിൽ നിന്നും ഒരു തരത്തിലുള്ള സഹായം പോലും ഇതുവരെ ലഭിക്കുന്നില്ലെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന് ഉൾപ്പെടെ കാണുന്ന ശുദ്ധജല സംഭരണിയായി വെള്ളായണിക്കായലിനെ കാണുന്നത്. അവിടേക്കുള്ള വെള്ളം എടുക്കുമ്പോൾ തന്നെ ശുദ്ധജല തടാകത്തിൻ്റെ ലക്ഷ്യം തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ്. എത്ര വെള്ളം എടുക്കുന്നു, എത്ര വെള്ളം ഇവിടെ സംഭരിക്കാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച ഒരു വാട്ടർ ബഡ്ജറ്റിംഗ് ഇതുവരെയും നടത്തിയിട്ടില്ല. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ മുമ്പേ ആ വിഷയം അവതരിപ്പിച്ചിരുന്നു. എങ്കിലും ശാസ്ത്രീയമായ ഒരു പഠനം ആ കാര്യത്തിൽ നടന്നില്ല. ഏറ്റവും പ്രധാനമായും അടിയന്തരമായും വേണ്ടത് വാട്ടർ ബഡ്ജറ്റിംഗ് ആണ്. അപ്പോൾ റീചാർജിങ്ങിന് യഥാർത്ഥത്തിലുള്ള റീചാർജിങ് സംവിധാനം വേണം. ആ റീചാർജിങ് സംവിധാനത്തെക്കുറിച്ച് വാട്ടർ ബഡ്ജറ്റിങ്ങിലൂടെ മാത്രമേ നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയൂ. ഗവൺമെൻറ് ആ തരത്തിൽ ഇതുവരെയും ഉണർന്ന് ചിന്തിക്കുകയോ ഉദ്യോഗസ്ഥന്മാർ ഉണർന്ന് പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. സർക്കാർ നമ്മുടെ കുടിവെള്ളത്തിന് വേണ്ടി കായലിനെ വെള്ളം വറ്റിക്കാതെ വന്നപ്പോൾ സ്വകാര്യ വ്യക്തികളുടെ ഒരുപാട് സ്ഥലം
ഇന്നും വെള്ളം വറ്റിക്കാത്തത് കാരണം കൃഷി ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഉപയോഗിക്കാൻ പറ്റാതെ 10-30 വർഷം കൊണ്ട് വെള്ളത്തിനടിയിൽ കിടക്കുകയാണ്. രാസമാലിന്യങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗത്തിൽ നിയന്ത്രണമുണ്ടായില്ലെങ്കിൽ ഇവിടത്തെ കൃഷി തന്നെ നശിച്ചു പോകും. കായലിൽ വരൾച്ച നേരത്തെ എത്തിയതോടുകൂടി ജലനിരപ്പ് കുറഞ്ഞ് താമരയുടെ ഇലകൾ കരിഞ്ഞുണങ്ങിയതും എല്ലാം കൃഷിക്കാരെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ദേശാന്തരങ്ങൾ താണ്ടി വിരുന്നിനെത്തുന്ന ദേശാടന പക്ഷികൾ വെള്ളായണിക്കായലിന്റെ അത്ഭുത കാഴ്ചയാണ്. നിരവധി പക്ഷി നിരീക്ഷകരാണ് ദേശാടന പക്ഷികളെ നിരീക്ഷിക്കാൻ ഇവിടെ ദിനംപ്രതി എത്തുന്നത്. പക്ഷേ ഒന്നും മനസ്സിലാക്കാതെ ദേശാടന പക്ഷികളെ കല്ലെടുത്തെറിയുന്നതും കൊല്ലുന്നതും ഇവിടെ പതിവാണെന്നും ആക്ഷേപമുണ്ട്. ദേശാടന പക്ഷികളെന്ന് പറഞ്ഞ് ഇവിടെ എത്തുന്ന പക്ഷികളുണ്ട്. ഇവയെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിയന്ത്രണം ഉള്ളതുകൊണ്ട് കൃഷിക്കാർക്ക് അതിനെ കൊല്ലുന്നതിനോ അല്ലെങ്കിൽ അതിനെ മറ്റു രീതിയിൽ ഉപദ്രവിക്കുന്നതിനോ ഉള്ള ഒരു ഇതില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷികളുടെ ഒരു ആക്രമണം നമ്മുടെ കൃഷിയെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അങ്ങനെ വെള്ളപ്പൊക്കം, രണ്ടാമത് കീടങ്ങളുടെ ആക്രമണം, മൂന്നാമത് ഇങ്ങനെയുള്ള ദേശാടന പക്ഷികളുടെ ശല്യം, ഇതൊക്കെ കൊണ്ട് നമുക്കിവിടെ കൃഷി വളരെയധികം ബുദ്ധിമുട്ടാണ്. മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെയധികം പ്രയാസമുണ്ട്. വിനോദസഞ്ചാരികളും പക്ഷിപ്രേമികളും ദേശാടന കിളികൾക്ക് വേണ്ടി 1000-ഓളം കൃത്രിമ കൂടുകൾ കിരീടം പാലത്തിന് സമീപത്ത് വെച്ചെങ്കിലും അതിപ്പോൾ കാണാനില്ല. വെള്ളായണി കായലിൽ മാത്രം ലഭിക്കുന്ന ചില മത്സ്യങ്ങളുണ്ടായിരുന്നു. മാലിന്യ പ്രശ്നം കാരണം 1 ഡസനിലധികം നാടൻ വർഗത്തിൽപ്പെട്ട മീനുകൾ ഇവിടെ നിന്ന് അപ്രത്യക്ഷമായി. ആറ്റുവാള, മുഷി, അരകൻ തുടങ്ങിയ തനത് കായൽ മീനുകളൊക്കെ ഇന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു. പഠനങ്ങളിൽ വ്യക്തമാകുന്നത് വെള്ളായണി കായലിലെ മത്സ്യസമ്പത്തും ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന വാസ്തവമാണ്. വെള്ളായണി കായലിനെ ശുദ്ധജല തടാകമായിട്ടാണ് ഇന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കല്ലിയൂർ പഞ്ചായത്തിലും അടുത്തുള്ള വെങ്ങാനൂർ, തിരുവല്ലം, അതുപോലെ തന്നെ നേമം പള്ളിച്ചൽ ഈ പഞ്ചായത്തുകളിലേക്ക് ആവശ്യമായ ശുദ്ധജലം ഈ വെള്ളായണി കായലിൽ നിന്ന് ആണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞം പ്രോജക്റ്റ് നടപ്പാക്കുന്നതോടുകൂടി വിഴിഞ്ഞം പ്രോജക്റ്റിലേക്കുള്ള ആവശ്യമുള്ള അത്ര ജലം വെള്ളായണി കായലിൽ നിന്ന് വേണം എടുക്കാൻ. അപ്പോൾ നമുക്ക് ഈ വെള്ളായണി കായലിൽ വന്നു ചേരുന്ന വെള്ളം എത്രത്തോളം ശുദ്ധമായിരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. ഇന്ന് വെള്ളായണി കായലിലുള്ള ഈ കിടക്കുന്ന വെള്ളം പൂർണ്ണമായും ശുദ്ധജലം അല്ല. കാരണം നമ്മുടെ ഈ പഞ്ചായത്തിലും തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിൽ നിന്നുള്ള എല്ലാ വേസ്റ്റുകളും ആളുകൾ ഈ കനാലുകളിലേക്കും അതുപോലെയുള്ള തോടുകളിലേക്കും കായലിലേക്കും ഒക്കെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്കുന്നുണ്ട്. വ്യാപകമായ കയ്യേറ്റവും മണൽവാരലും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പള്ളിച്ചൽ തോട്ടിൽ നിന്ന് ഒഴുകിയെത്തുന്ന മലിനജലം, ഗാർഹിക മാലിന്യങ്ങളും മാംസാവശിഷ്ടങ്ങളും നേരെ പതിക്കുന്നത് കായലിലേക്കാണ്. ഇതിനു പുറമെയാണ് കായലിൽ രാത്രി സമയങ്ങളിൽ നഞ്ചു കലക്കിയും തോട്ട പൊട്ടിച്ചും കൊണ്ടുള്ള മീൻപിടുത്തം. ജലത്തിൽ കണ്ടുവരുന്ന ഓരുകലർന്ന ദ്രാവകം മത്സ്യസമ്പത്തിനെ ബാധിക്കുന്നുണ്ട്. മലിനീകരണം പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്നതിനും മത്സ്യസമ്പത്ത് കുറയുന്നതിനും കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളായണി പരിസരത്തെത്തുന്ന വിനോദസഞ്ചാരികളെ ബോധവാന്മാരാക്കിയാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ തടയാൻ കഴിയൂ. ആഞ്ഞൊന്ന് ശ്രമിച്ചാൽ കേരളത്തിലെ മുൻനിര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി മാറാൻ വെള്ളായണി കായലിന് കഴിയും. അതിനുവേണ്ടത് അടിസ്ഥാന സൗകര്യ വികസനവും സൂക്ഷ്മമായ അപഗ്രഥനവുമാണ്. വെള്ളായണി കായലിനോട് ചേർന്നുള്ള റോഡുകൾ പലതും വൻ പാതാളങ്ങളാണ്. അനുവദിച്ച ഫണ്ടുകൾ പാഴാകാതിരിക്കാൻ വേണ്ടി കായലിനിരുവശവുമുള്ള റോഡുകൾ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ മഴക്കാലമാകുന്നതോടുകൂടി ഉയർത്തിയ മൺതിട്ടകൾ വെള്ളത്തിനടിയിലാവുകയും യാത്ര ദുഷ്കരമാവുകയും ചെയ്യും. കുണ്ടും കുഴിയും നിറഞ്ഞു കിടക്കുന്ന റോഡിൽ അപകടങ്ങൾ ഉണ്ടായാൽ നേരെ കായലിൽ പതിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. മിക്ക വാഗ്ദാനങ്ങളും പാതിവഴിയിൽ നിൽക്കുകയാണ്. റോഡുകളുടെയും അതോടൊപ്പം ഇവിടെ കാണാനെത്തുന്ന വിനോദസഞ്ചാരികളുടെ സുരക്ഷയ്ക്കും മുൻകൈ എടുക്കേണ്ടതും അധികൃതർ തന്നെയാണ്. പക്ഷേ റോഡുകൾ പോലും ഇതുവരെ ശരിയാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. മണ്ണിട്ടുയർത്തിയ റോഡുകൾക്ക് എത്ര കാലം പിടിച്ചു നിൽക്കാനാകും എന്ന് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. ഈ ആഴം വെള്ളായണി കായലിലെ വിസ്തൃതി ആഴം കൂട്ടുന്ന ഒപ്പം തന്നെ ഈ ആഴത്തിൽ നിന്ന് കിട്ടുന്ന ഈ കളിമണ്ണും വേസ്റ്റ് ഈ മണ്ണെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഈ ബൗണ്ടറി തിരിച്ച ശേഷം ഈ ബൗണ്ടറി നല്ലൊരു നടപ്പാത ഉണ്ടാക്കിക്കൊണ്ട് ആളുകൾക്ക് രാവിലെ ഈ പാളയത്തൊക്കെ നടക്കുന്നതിന് പകരം നമ്മുടെ വെള്ളായണി കായലിൻ്റെ ചുറ്റും നടക്കാനുള്ള ഒരു സംവിധാനവും ടൂറിസ്റ്റുമായിട്ട് എല്ലാം ഒത്തുചേർത്തുകൊണ്ടാണ് നമ്മുടെ അത് വരുന്നത്. ആദർശ ഗ്രാമത്തിൽ ഉൾപ്പെടുത്തി ഇതെല്ലാം കൂടെ വരുന്ന സമയങ്ങളിൽ ഇത് ചെയ്യും. ടൂറിസവുമായി ബന്ധപ്പെടുത്തി വെള്ളായണി കായലിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ തന്നെയും ഇന്ന് ആ ടൂറിസവുമായി ബന്ധപ്പെടുത്തി ഉള്ള മുമ്പോട്ട് പോകുന്ന രീതിയിൽ വളരെയധികം കൃഷിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു ഭാഗത്ത് ഗുണം ചെയ്യുകയാണെങ്കിൽ മറുഭാഗത്ത്
അതിൻ്റേതായ ദോഷവശങ്ങളും നമ്മുടെ ഈ പാടശേഖരത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, സന്ധ്യാസമയത്ത് സിറ്റിയിലുള്ള ആൾക്കാർക്കെല്ലാം ഇവിടെ വന്നിരിക്കുന്നതിനും സുഖമായി കാറ്റ് കൊള്ളുന്നതിനും ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതിനും ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ പഞ്ചായത്ത് തലത്തിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതൊരു മോശമായ കാര്യമായിട്ട് നമ്മൾ പറയുന്നില്ല. എങ്കിൽ തന്നെയും അതിൻ്റെ പേരിൽ മറ്റ് അനാശാസ്യ രീതിയിലുള്ള മദ്യപാനവും മറ്റ് രീതികളിലുള്ള ഇതും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അത് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടായ കാര്യം തന്നെയാണ്. ഒരുപക്ഷെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മോഹൻലാലിൻ്റെ കിരീടം എന്ന ചിത്രം നിങ്ങൾ ഓർത്തിരിക്കും. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന ഗാനവും. അത് ചിത്രീകരിച്ച കിരീടം പാലം ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് റിലീസായ മോഹൻലാലിന്റെ കിരീടം സിനിമയുടെ ഓർമ്മ നിലനിർത്തിയാണ് ഓർമ്മകളുടെ കവിളിൽ തലോടി വെള്ളായണിയിലെ കിരീടം പാലം നിലനിൽക്കുന്നത്. വെള്ളായണിക്കായലിനോട് ചേർന്ന് കന്നുകാലിച്ചാലിന് കുറുകെയുള്ള ഈ പാലം കൈവരികൾ തകർന്ന് നാശത്തിന്റെ വക്കിലാണ്. പുതിയ പാലം സമീപത്ത് വന്നതോടുകൂടി ഇതിലൂടെയുള്ള നാട്ടുകാരുടെ യാത്ര നിലച്ചിരിക്കുകയാണ്. സിനിമാ പ്രേമികളും നാട്ടുകാരും ഒരു നല്ല സിനിമയുടെ ഓർമ്മ നിലനിർത്താൻ ഈ പാലം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനു പുറമെയാണ് പ്രശസ്ത സിനിമാ താരവും എംപിയുമായ സുരേഷ് ഗോപി കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് സന്ദർശിച്ചത്. വെള്ളായണിക്കായലിലെ കന്നുകാലിച്ചാലിന് കുറുകെ നിർമ്മിച്ച കിരീടം പാലം മോഹൻലാലിനെ കൊണ്ട് പുനർനിർമ്മിക്കപ്പെടുമെന്നും പറഞ്ഞിട്ടുണ്ട്. മോഹൻലാലിന്റെ ഒരു ചിത്രം, കിരീടം എന്ന ചിത്രം ചിത്രീകരിച്ചത് ഈ കിരീടം പാലത്തിലാണ്. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന ഗാനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. ഈ പാലമായിരുന്നു നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും പോകാനായിട്ടുള്ള ഏക ആശ്രയം. ഇപ്പോൾ പുതിയ പാലം വന്നിട്ടുണ്ട്, എങ്കിലും ഈ പാലമായിരുന്നു നമുക്കൊരു കാലത്ത് അപ്പുറത്തും ഇപ്പുറത്തും പോകാനായിട്ടുള്ള ആശ്രയം. ഇന്നത് പൊട്ടിപ്പൊളിഞ്ഞ് യാത്രായോഗ്യമല്ലാത്ത രീതിയിലായിട്ടുണ്ട്. സിനിമാ നടൻ സുരേഷ് ഗോപി ഇവിടെ വരികയും അദ്ദേഹത്തിൻ്റെ MP ഫണ്ടിൽ നിന്ന് വളരെയധികം തുക നമ്മുടെ കാർഷിക ആവശ്യത്തിലേക്ക് വേണ്ടി ഈ പാടശേഖരത്തിനും അതുപോലെ തന്നെ കല്ലിയൂർ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് കൃഷിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം എന്ന് അദ്ദേഹം ഏറ്റിട്ടുണ്ട്. ഈ കിരീടം പാലത്തിന് തന്നെ മോഹൻലാലിനെ കൊണ്ട് പൂർവ്വസ്ഥിതിയിലാക്കിപ്പിക്കാനുള്ള സ്റ്റെപ്പ് എടുക്കുന്നുണ്ടെന്നൊക്കെ അദ്ദേഹം ഇവിടെ വന്ന സന്ദർഭത്തിൽ പറയുകയുണ്ടായി. കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിനെ കേന്ദ്ര സർക്കാരിന്റെ ആദർശ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസന പദ്ധതികൾ നടപ്പിലാക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആദർശ ഗ്രാമ ഏറ്റെടുത്തതിൻ്റെ ഭാഗമായി ആദ്യം അദ്ദേഹം പറഞ്ഞത് വെള്ളായണിക്കായലിലെ വിസ്തൃതിയും ആഴവും കൂട്ടിക്കൊണ്ട് വെള്ളം നിലനിർത്തണം. അപ്പം ഈ മലിനം വരാതിരിക്കാനും സൈഡിലുള്ളവർക്കൊക്കെ നോട്ടീസ് കൊടുത്ത് അതാത് വേസ്റ്റ് അതാത് വീടുകളിൽ തന്നെ സംരക്ഷിച്ചുകൊണ്ട് ഒരു തുള്ളി വേസ്റ്റ് പോലും കായലിൽ വരാത്ത രീതിയിലാക്കണം. കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി വെള്ളായണിക്കായലിന്റെ നടുഭാഗം മണ്ണിട്ട് നികത്തുന്നതാണ് കായൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. കരയോട് ചേർന്ന് പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമെന്നിരിക്കെ കായലിന്റെ ആഴമുള്ള ഭാഗം നികത്തിയെടുക്കുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. വെള്ളായണിക്കായലിൻ്റെ ചുറ്റുമുള്ള ഇത് വെള്ളം കയറിക്കിടക്കുന്ന ഭൂമി നമ്മുടെ പഞ്ചായത്തിലോട്ട് ഗവൺമെൻറ് തലത്തിലാക്കിക്കൊണ്ട് കായൽ വിസ്തൃതിയും കായലിൻ്റെ ആഴവും കൂട്ടി കുടിവെള്ളം നല്ല ശുദ്ധമായ കുടിവെള്ള സംരക്ഷണമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് MP സുരേഷ് ഗോപിയുടെ ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ കല്ലിയൂർ ആദർശ ഗ്രാമം എടുത്തതിൻ്റെ പേരിൽ അത് സുരേഷ് ഗോപി MP തന്നെയാണ് മുന്നിട്ടിറങ്ങി നമുക്ക് ഇതിന് ഒരു സെന്റിന് 25,000 രൂപ വെച്ച് കൊടുക്കാമെന്നുള്ള കരാറിൽ ഇപ്പോൾ അത് ഏറ്റെടുക്കാൻ പോവുകയാണ്. തിരുവിതാംകൂർ രാജ്യത്ത് പട്ടിണി വ്യാപകമായ കാലഘട്ടത്തിൽ, വറുതി വ്യാപകമായ കാലഘട്ടത്തിൽ വെള്ളായണിക്കായലിനെ വേനൽക്കാലത്ത് വറ്റിച്ച് ഒരു കൃഷി നടത്തുന്ന രീതി മഹാരാജാവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു. അതുമുതലാണ് വെള്ളായണിക്കായലിൻ്റെ ഒരു ശുദ്ധജല തടാകം എന്നുള്ള കാര്യത്തിൽ കോട്ടം സംഭവിച്ചു തുടങ്ങിയത്. അതിൻ്റെ തുടർച്ചയായി പിന്നെ ജനാധിപത്യ ഭരണകാലത്ത് കാർഷിക പരിപാടി വെള്ളായണി കാർഷിക കോളേജിനെ ഏൽപ്പിക്കുകയും അത് കാർഷിക മേഖലയിൽ കൃഷിക്ക് നഷ്ടമത്തെ തുടർന്ന് കാർഷിക സർവകലാശാല കൃഷി അവസാനിപ്പിച്ചു. അതിനെ തുടർന്ന് ആണ് വെള്ളായണിക്കായൽ സംരക്ഷണ സമിതിയുമായി ഞങ്ങൾ മുമ്പോട്ട് വരുന്നതും കൃഷി അവസാനിപ്പിച്ചുകൊണ്ട് വെള്ളായണിയെ ശുദ്ധജല തടാകമായി നിലനിർത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു. ആഴത്തിലേക്ക് മണ്ണ് വീഴുന്നതോടുകൂടി കായലിലെ ജൈവ വൈവിധ്യത്തിന്റെ ഉറവിടമായ ചെളി വെള്ളത്തിന് മുകളിലേക്ക് കുമിഞ്ഞുകൂടുന്നു. കായലിനെ കീറിമുറിക്കുന്ന കാക്കാമൂല കാർഷിക കോളേജ് റോഡ് നീക്കം ചെയ്ത് പകരം മേൽപ്പാലം നിർമ്മിക്കുകയും കായലിന് ചുറ്റുമുള്ള ജൈവവേലി നിർമ്മിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ കായലിനെ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. നിർദ്ദിഷ്ട കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിക്കുന്നത് കാർഷിക കോളേജിന് കിഴക്ക് കായലിനോട് ചേർന്ന ഭാഗത്താണ്. കുടിവെള്ള പദ്ധതി അനിവാര്യമാണെന്നതും കായൽ സംരക്ഷണ പദ്ധതികൾ തടസ്സമുണ്ടാക്കാത്ത വിധം
കിണർ നിർമ്മിച്ച് പദ്ധതി നടപ്പിലാക്കുന്നതാണ് നല്ലതെന്നും പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ചുരുക്കത്തിൽ വെള്ളായണിക്കായലിനെ തിരിച്ചുപിടിക്കാൻ സർക്കാർ തലത്തിൽ സംവിധാനങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഭാരതപ്പുഴയ്ക്ക് സംഭവിച്ചത് ഇവിടെയും ആവർത്തിക്കും. ശുദ്ധജല തടാകം പേരിനു മാത്രമാകും. ഒരു കായലിനെ സംരക്ഷിക്കാൻ അധികാരികളും ഒപ്പം നമ്മളും പ്രവർത്തിച്ചേ മതിയാകും. വെള്ളായണി കായലിന്റെ സംരക്ഷണം നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ആവാസ വ്യവസ്ഥയെയും പരിസ്ഥിതിയെയും ജീവജാലങ്ങളെയും സംരക്ഷിച്ചാൽ മാത്രമേ വെള്ളായണി കായലിനെയും നമുക്ക് സംരക്ഷിക്കാൻ കഴിയൂ. വിനോദസഞ്ചാര മേഖല ഇവിടെ വികസിക്കണം. അതിനായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങണം. സ്വയം ബോധവാന്മാരാകുക. ഇതുമാത്രമാണ് ഫോർ ദ പീപ്പിളിന് നിങ്ങളോട് പറയാനുള്ളത്. ഫോർ ദ പീപ്പിൾ അടുത്തയാഴ്ച വീണ്ടും എത്തും പുതിയൊരു വാർത്തയും വിശകലനവുമായി. നമസ്കാരം.